അവസ്ഥയിൽ ഇത്തരമൊരു ചടങ്ങിന് എത്തിപ്പെടുക എന്ന് പറയുന്നതൊരു കുറച്ച് ടാസ്ക്കുള്ളൊരു കാര്യമാണ്. കാരണം തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി 11:30 മണി വരെ ഷൂട്ട് കഴിഞ്ഞ് രാവിലെ 6 മണിയുടെ ട്രെയിനിന് കയറി ഇന്ന് രാത്രി തിരിച്ചങ്ങോട്ട് പോയിട്ട് നാളെ രാവിലെ 7 മണിക്ക് വീണ്ടും ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്നതൊരു കുറച്ച് തലവേദന ഉണ്ടാക്കുന്നത്. ഞാൻ സ്വാഭാവികമായിട്ടും ഇത്തരം ചടങ്ങുകൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്ന സമയത്ത് ഒട്ടും തന്നെ മുമ്പ് അങ്ങനെ ഓടിയിരുന്നു, ഇപ്പോൾ അങ്ങനെ തീർത്തും ഓടുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് അവിടെ ഈ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞത് നോക്കട്ടെ, ഇരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ. പക്ഷേ ഈ മനുഷ്യരോട് എനിക്കൊരു അടുപ്പവും സ്നേഹവും ഉണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ചെറുകഥാകൃത്ത് എന്ന രീതിയിൽ എഴുതി തുടങ്ങിയ കാലം മുതൽ, സിനിമയെ സ്നേഹിച്ചു തുടങ്ങിയ കാലം മുതൽ ഒക്കെ ഇന്ന് എന്ന ഇംഗ്ലണ്ട് മാസികയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യൻ, അതിപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ സജീവമായിട്ട് അത് നിലനിർത്തുന്ന ഒരാളോടുള്ള സ്നേഹമാണ്. അത് അക്ഷരത്തിനോടുള്ള സ്നേഹമാണ്, മനുഷ്യനോടുള്ള സ്നേഹമാണ്. സിനിമ എപ്പോഴും അങ്ങനെ തന്നെയാണ്. സിനിമ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഞാനിവിടെ ഇതിനകത്ത് 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കോട്ടപ്പടിയിൽ തന്നെ ടൗൺ ഹാളിൽ അന്ന് മധു ജനാർദ്ദനൊക്കെ ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. മധു ആണ് നിർബന്ധിച്ച് പിടിച്ച് കൂടെ വരികയൊക്കെ ചെയ്തത് മധുവായിരുന്നല്ലോ അന്ന്. അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളുള്ളൊരു ജില്ലയാണ്. ഞാൻ കോഴിക്കോട്ടുകാരനാണ്, തൊട്ടപ്പുറത്ത് ജില്ലയാണ്. അപ്പം ഈ വഴി അല്ലാതെ എനിക്കൊരിക്കലും കടന്നു പോകാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥ. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. മലപ്പുറം വഴി തന്നെയാണ് തിരിച്ച് എൻ്റെ കാർ യാത്രകൾ മുഴുവൻ ഉണ്ടായിരുന്നത്. പല സമയങ്ങളിലായിട്ട് വഴിതെറ്റി ഈ വഴിയിലൂടെ പോയൊക്കെയുള്ള കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. സിനിമ സജീവമായിട്ടൊട്ടും തന്നെ വലിയ തോതിലൊന്നും ഇങ്ങോട്ട് മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ അതേസമയം തന്നെ ഏറ്റവും സജീവമായിട്ട് നിന്നിരുന്ന ഈ ഹോം സിനിമയുടെ ഒരു കാലവും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കാതെ പോവുകയില്ല. കാരണം അതും ഒരു തരത്തിലുള്ള സിനിമാ പ്രവർത്തനം തന്നെയാണ്. ഞാനിത് പറയാൻ കാരണം, ആസാമിൽ യാത്ര ചെയ്തിരുന്നൊരു സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ സിനിമ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കാരണം ഉള്ള സിനിമാ പ്രവർത്തകർ മുഴുവൻ ബോംബെയിലേക്കോ ഡൽഹിയിലേക്കോ വന്നിട്ട് ആയിരുന്നു സിനിമ ചെയ്തിരുന്നത്. പക്ഷേ ആസാമിൽ വളരെ സജീവമായിട്ട് ഹോം സിനിമകൾ ഉണ്ടായിരുന്നില്ല. കാരണം കാസറ്റുകളും പിന്നീട് അത് മാറ്റി ഡിജിറ്റൽ ലേക്ക് വന്ന CD-യിലേക്ക് വന്നപ്പോഴും ആ രീതിയിൽ സിനിമ ചെയ്തിട്ടുണ്ട്. കാരണം രാത്രി ഒരു 6 മണി കഴിഞ്ഞാൽ നഗരം ശാന്തമായ, ഒട്ടും തന്നെ ഒന്നും തന്നെ ഇടപെടാത്ത ഒരു പ്രദേശത്ത് മനുഷ്യർക്ക് ആകെ കൂടുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ടെലിവിഷനും വളരെ കുറവാണ്. ടെലിവിഷനും വലിയ തോതിലൊന്നും ഇല്ലാതെ, കാരണം അതൊരു 7 മണി 8 മണിയോട് കഴിഞ്ഞാൽ അടച്ചു പൂട്ടുന്നൊരു ടെലിവിഷനിൽ. ഞാനിത് പറയാൻ കാരണം, ഇവിടെ മലപ്പുറത്ത് ഈ ഹോം സിനിമ തുടങ്ങിയെന്ന അതേ പീരീഡ് തന്നെ വളരെ സജീവമായിട്ട് ആസാമിൽ ഞാനിത് കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ സിനിമ എന്ന മീഡിയത്തെ വളരെ സജീവമായിട്ട് ആലോചിക്കുന്ന ഒരു ജനത ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട് എന്നുള്ളതാണ്. കാരണം ഫെസ്റ്റിവലുകൾ നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞ സിനിമ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് സാധാരണ വെറുതെ കണ്ടുപോകുന്ന ഒരു പ്രവൃത്തി മാത്രമല്ല. അത് വലിയ തോതിൽ ആളുകളുമായിട്ട് നിരന്തരമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കേരളത്തിൽ IFFKയും ഇന്ത്യയിൽ IFFIയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം IFFIയുടെ സ്വഭാവം പരിപൂർണമായിട്ട് മാറിക്കഴിഞ്ഞുള്ളൂ. കാരണം ആ സിനിമകളൊന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ സ്വഭാവത്തിൽ മാത്രം ഊന്നിക്കൊണ്ടുപോകുന്ന ചലച്ചിത്രങ്ങളാണ്. പക്ഷേ വളരെ വിവിധ ഭാഷകളും വിവിധ പ്രദേശങ്ങളും വിവിധ സംസ്കാരവും വിവിധ ലോകത്തെയും കാണിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ചലച്ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന IFFKയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഒരർത്ഥത്തിൽ ഈ രശ്മി ഫിലിം സൊസൈറ്റി ഒക്കെ നിലനിൽക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഉണ്ണികൃഷ്ണ ആവള് തന്നെ. ഉണ്ണിയുടെ 2 സിനിമകളും IFFKയുടെ ഭാഗമായിട്ട് തന്നെ പ്രദർശിപ്പിക്കുകയും കഴിഞ്ഞ സിനിമയ്ക്കും അതിന് മുന്നത്തെ സിനിമയ്ക്കും കൃത്യമായിട്ട് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രദേശത്തെ ചലച്ചിത്ര പ്രവർത്തകരുടെ, അതായത് ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റ് വലിയ തോതിൽ ചെറുപ്പക്കാരെ പുരോഗമനപരമായ ആശയങ്ങളിലേക്കും പുരോഗമനമായ ചിന്തകളിലേക്കും കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് രശ്മി ഫിലിം സൊസൈറ്റി ഇന്ന് നിലനിൽക്കുന്നതിന് കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ആരംഭത്തിൽ തുടങ്ങുകയും പിന്നീട് നിർത്തുകയും ചെയ്യാം. പക്ഷേ 10 വർഷം കഴിഞ്ഞിട്ടും 20 വർഷം കഴിഞ്ഞിട്ടും 50 വർഷമായിട്ടും ഇത് നിലനിൽക്കുന്നുവെങ്കിൽ ഒരു ജനത ആ സിനിമാ മേഖലയെ, സിനിമാ പ്രവർത്തനത്തെ, ആ പ്രവർത്തകരെയെല്ലാം നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് മലപ്പുറത്ത് ഈ ഫിലിം സൊസൈറ്റി ഇത്രയും സജീവമായിട്ട് നിലനിൽക്കുകയും ഞാൻ കോട്ടപ്പടിയിലെ ടൗൺ ഹാളിൽ നിന്ന് മാറി എസ്പെരോ പോലെയുള്ള ഒരു വലിയ
ഇടത്തിലേക്ക് ഇത് മാറ്റി പ്രതിഷ്ഠിക്കണമെങ്കിൽ അതിനായി ഖാലിദ് വളരെ സജീവമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് മാറണമെന്ന് പറയുന്നതും ഇത്തരം ആളുകൾക്ക് ഇതിനോട് മനസ്സുണ്ടാകുന്നതുമൊക്കെ മനുഷ്യനെ തിരിച്ചറിയുന്ന, കലയെ സ്നേഹിക്കുന്ന, സംസ്കാരത്തെ നെഞ്ചോട് കൊണ്ടുപോകുന്ന ഒരു പറ്റം ജനത ഇതിൻ്റെ പിന്നിലുണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും ഖാലിദിനെ പോലെയുള്ള, നേരത്തെ പറഞ്ഞ അബൂബക്കർ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഒക്കെ പിന്മുറക്കാരായിട്ടുള്ള ആളുകൾ ഒരു പ്രസ്ഥാനത്തെ അവരുടേത് കൂടിയാണെന്ന് ബോധിപ്പിച്ചു കൊണ്ടുപോകുന്നുവെങ്കിൽ അത് സിനിമ എന്ന മീഡിയത്തോട്, സിനിമ എന്ന പ്രസ്ഥാനത്തോടുള്ള അവരുടെ സ്നേഹവും ആദരവും തന്നെയാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. രശ്മി ഫിലിം സൊസൈറ്റി അതിൻ്റെ 50-ാം വാർഷികം കഴിഞ്ഞ് അതിൻ്റെ 100-ാം വാർഷികത്തിലേക്കുമൊക്കെ സഞ്ചരിച്ചു പോകും എന്നുള്ളതിന് തെളിവ് തന്നെയാണ് ഉണ്ണികൃഷ്ണ അവളെ പോലെയുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് എന്നുകൂടി ഞാൻ കരുതുന്നു. കാരണം പുതിയ ജനത, പുതിയ ചെറുപ്പക്കാർ, അവരുടെ മനസ്സിലുള്ള നവീനമായ ആശയങ്ങളും ഏറ്റവും സജീവമായിട്ട് എന്തിനേയും പ്രതിരോധിക്കാൻ പറ്റുന്ന തരത്തിൽ വളരെ കൃത്യമായ ബോധ്യത്തോടുകൂടി ചലച്ചിത്ര പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ഈ ചെറുപ്പക്കാരിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. അവർ തന്നെയാണ് ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിലനിൽപ്പ് തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കാരണം. നമ്മൾ അടിച്ചമർത്തപ്പെടുന്ന എല്ലാ അർത്ഥത്തിലും നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥകളിൽ നിന്നും അതിനെയെല്ലാം പ്രതിരോധിക്കാനും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളത് ഏതൊരു കാര്യത്തെയും, അത് കലയിലൂടെ ആവട്ടെ, സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ ആവട്ടെ, അക്ഷരങ്ങളിലൂടെ ആവട്ടെ, ഏതു തരത്തിലായാലും ശരി, അതിനെ മുഴുവൻ നേരിടാനുള്ളൊരു കരുത്ത് ആർജിക്കുന്നത് ഈ കൂട്ടായ്മയിൽ തന്നെയാണ്. ഈ കൂട്ടായ്മ നശിക്കാതിരിക്കണമെങ്കിൽ അതിൽ കൃത്യമായ ആർജവമുള്ള ഒരു മനസ്സുണ്ടാവണം. അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് രശ്മി ഫിലിം സൊസൈറ്റിയെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നത്. ആ കൂട്ടായ്മയുടെ ഭാഗമാക്കി നിൽക്കുന്നതിലും അതിൻ്റെ ഭാഗമായി മാറുന്നതിലുമൊക്കെ വളരെയധികം അഭിമാനത്തോടെ നിൽക്കുന്നു. ഈ രശ്മി ഫിലിം സൊസൈറ്റി ഈ 50-ാം വാർഷികവും ഇതിൻ്റെ ചടങ്ങുകളും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.